ഹലോ. അപ്പോൾ പുറത്ത് നല്ല അടിപൊളി മഴയാകുമ്പോൾ നമുക്ക് മലയാളികൾക്ക് എന്താണെങ്കിലും എപ്പോഴും വിശപ്പാണല്ലോ മഴയായി കഴിഞ്ഞാൽ. അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്താ ഉണ്ടായി കഴിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ച് എൻ്റെ ഒരു രീതിയിലുള്ള, എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ എൻ്റെ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയതാണ്. കടലമാവൊക്കെ ഇട്ട് മൈദയൊക്കെ ഇട്ട് നമ്മുടെ സവാളയൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സംഭവം. ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടു, കറിവേപ്പില ഇട്ടു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. മുളക് പൊടി ഇടണം, മഞ്ഞൾപ്പൊടി വേണം, ചിക്കൻ മസാല വേണം, പിന്നെ കായപ്പൊടി വേണ്ടവർക്കിടാം. ഇതിനകത്ത് പിന്നെ ഞാൻ കുറച്ച് പുളിയും ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഇത് ഒഴിക്കുന്നുണ്ട്, വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണ്ടത്ര വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ഇങ്ങനെ ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ തിളച്ച എണ്ണയിലോട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ കുറച്ച് ഫസ്റ്റ് ഇടുന്ന വീഡിയോ ഓണായില്ലായിരുന്നു. ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇടുമ്പോൾ നല്ലതായിരിക്കും. കുഞ്ഞായിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിടരുത്, അപ്പോൾ ഉള്ളു വേവത്തില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. അങ്ങനെ നന്നായിട്ട് മൊരിയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ മൊരിഞ്ഞൊക്കെ വന്ന് ഏകദേശം സംഭവം സെറ്റായി. കുഴപ്പമില്ലായിരുന്നു, കഴിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഈ ഒരു ഇതാകുമ്പോഴേക്കും നമുക്ക് എടുക്കാം. അപ്പോഴേക്കും നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് ഇരിക്കുമായിരിക്കും. ഇപ്പോൾ അങ്ങനെ എല്ലാം റെഡിയായി, സെറ്റായി. ഇത്രയേ ഉള്ളൂ. സൂപ്പറായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാനെടുത്ത് കഴിച്ചൊക്കെ നോക്കി, ചൂടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.